ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2024 ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. തൊട്ട് മുമ്പ് 15 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് 2 പാർട്ടുകളായി ചെയ്തിട്ടാണ്. ഷുവർലി നിങ്ങളത് കാണാം. പിന്നെ അതിനുശേഷം കുറേ കുട്ടികൾ ഡബിൾ പാസ് ആകുന്നതിന് നല്ല മാർക്ക് വരുന്നത് ആ കോൺസെപ്റ്റൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2 പാർട്ടായിട്ടേ ചെയ്യുന്നുള്ളൂ, ലെങ്ത് ആവുന്നതുകൊണ്ട് ഒക്കെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിർബന്ധമായിട്ടും ഈ ടോപ്പിക്സുകൾ നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്താം. നമുക്ക് ഇനിയൊരു ചാൻസ് ഇല്ല മക്കളെ, സുഖമായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്ന കാര്യമുള്ളൂ. ടെൻഷൻ അടിച്ച് നടിക്കേണ്ട. അതിലെന്ത് ഹെൽപ്പാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത് അത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ ഷുവർലി റിപ്ലൈ തന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിച്ച ഡൗട്ടുകളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട്. ചില ചാപ്റ്ററിങ്ങനെ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചില കേസുകളൊന്നും കമൻറ്റ് ചെയ്തിട്ട് ഫുൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോകളിലായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതെന്ത് വീഡിയോസുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഡൗട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട കാര്യമാണ്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് നോക്കാം. ഓരോ ചാപ്റ്ററിലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സാണ്. ഈ ടോപ്പിക്സ് പഠിച്ചാൽ ഷുവർലി നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഡബിൾ പാസ് ഒന്നുമല്ല, 60-ൽ 40-ന് മുകളിലായിട്ട് എന്തായാലും കിട്ടും. 100% മക്കൾ വെറുതെ വാഗ്ദാനമല്ല, ഷുവർലി കിട്ടിയിട്ടുണ്ടാവും. കാരണം റെയർ ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഇവിടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്ക് കേട്ടോ. ഓക്കെ, ആ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾ പ്ലേലിസ്റ്റ് എന്തായാലും ചെക്ക് ചെയ്യണേ. എല്ലാ ചാപ്റ്ററിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. അത് ഓരോ ചാപ്റ്ററിന് വെയിറ്റേജുകളും കാര്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞിരിക്കുക. ഏകദേശം നമുക്ക് 6 മുതൽ 7 ചിലപ്പോൾ അത് 7 മുതൽ 8 വരെയൊക്കെ പോകാറുണ്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ. നിങ്ങളെല്ലാം പഠിച്ചോന്ന് ഉറപ്പിക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അതെന്തായാലും പഠിച്ചോന്ന് ഉറപ്പ് വരുത്തുക. വെറുതെ എങ്ങനെല്ലോ ആയിട്ടല്ല പഠിക്കണേ, നല്ല ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ് നമുക്ക് വേണ്ടത്. വെറുതെ നിങ്ങൾ എന്തെല്ലോ ആയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചോ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടാവണം, 3 ആപ്ലിക്കേഷൻസും പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഷെല്ലിനാണ് ഞാൻ കൂടുതലായിട്ട് കാര്യം മനസ്സിലാക്കുന്നത്, ഷെല്ലാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. പക്ഷേ ഷെല്ല് തന്നെ പറഞ്ഞ നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ചാൻസ് ആയതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കരുത്. ഓക്കെ, ഷെല്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്തോ, പക്ഷേ വയറിൻ്റെ കേസിലും അതുപോലെ പ്ലെയിൻ ഷീറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. രണ്ടാമത് നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആക്സിയലും ഇക്വറ്റോറിയലും അവിടെ ഒരു ഡെറിവേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഓർമ്മിക്കുക, പ്രോബ്ലം ഒന്നും വരില്ല. ദെൻ ടോർക്ക് ആക്ടിംഗ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് ഉണ്ട്, ടോ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റേൻ്റെ ആ ഡെറിവേഷൻ. സിമ്പിളായിട്ട് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, പക്ഷേ റിപ്പീറ്റ് ആയിട്ട് വന്ന കാര്യമൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ തിയറി വരുന്നൊരു കാര്യമാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്, അവരുടെ പ്രോപ്പർട്ടീസ്, 2 പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ട് ചോദിക്കാം. പോസിറ്റീവ് തുടങ്ങി നെഗറ്റീവ് അവസാനിക്കുന്നു. അതുപോലെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ് ആണ്, അങ്ങനെ തുടങ്ങുന്ന പ്രോപ്പർട്ടീസ്. പിന്നെ കൂളംസിലോ ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് വന്നു, അത് കൂളംസിലോ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്, നിങ്ങളുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇൻഡയറക്റ്റ് ആക്കി വന്നിട്ട് കുറേ ആൾ എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ കൂളംസിലോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിന് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പക്ക സേഫ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് കുറേ ആൾക്ക് ഇത് അറിയില്ല, കുറേ ആൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അവരിലേക്ക് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്തോട്ടെ, വാച്ച് ചെയ്തോട്ടെ, അവർ പ്രിപ്പയർ ചെയ്തോട്ടെ. അറിയാത്തതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് കേട്ടോ, അതൊന്നും അവർക്ക് എത്തിക്കണം കേട്ടോ. ദെൻ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അതിലെന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പഠിച്ചു ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കണേ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ C=ε0 A/d ഡെറിവേഷൻ പഠിച്ചോന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ നോക്കുക. നല്ല മാർക്ക്, കുറച്ചും കൂടി നല്ല മാർക്കൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. എന്തായിക്കോട്ടെ, സീനൊന്നുമില്ല. അപ്പോൾ അവിടെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യും. ഏരിയ കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും, ഡിസ്റ്റൻസ് കുറയുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. ഡൈഇലക്ട്രിക് വെക്കുമ്പോൾ കപ്പാസിറ്റൻസ് എന്താണ് അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. അത് കഴിഞ്ഞാൽ കപ്പാസിറ്റി കോമ്പൗണ്ട് നിർബന്ധമാണ്. നമുക്ക് ആദ്യത്തെ 2 ടോപ്പിക്ക് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തതിൽ നിങ്ങൾക്ക് കുറേ ഫുള്ള് പഠിക്കാൻ സമയമില്ലേ, പ്രശ്നമില്ല. നിങ്ങൾ ആദ്യത്തെ 2 ടോപ്പിക്കുകൾ പഠിച്ചിരിക്കുക. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ സീരീസും പാരലലിൻ്റെയും നിർബന്ധമായിട്ട് അതിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. പ്രോബ്ലം എക്സ്പെക്റ്റ് ഷുവറിൽ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷൻ്റെ ഭാഗത്ത്. പ്രോബ്ലം ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഏരിയ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിലാണ്. ഇതിന് അത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട് ഡെറിവേഷൻ ഉണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ ഡെറിവേഷൻ പഠിക്കേണ്ട, നിങ്ങൾ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. വർക്കും പൊട്ടൻഷ്യൽ എനർജി, വർക്കിൻ്റെ ഡെറിവേഷൻ ഒന്ന് പഠിക്കേണ്ട, പക്ഷേ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചിരിക്കുക. കാരണം അവിടെ റെയർ ക്വസ്റ്റ്യൻ വരും, അതാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ, ഏത് ആംഗിളാണ് ഒരു ഡൈപോൾ സ്റ്റേബിൾ ആവുക അൺസ്റ്റേബിൾ ആവുക എന്നുള്ള കേസ് ഉണ്ട്. θ=0 ആർക്കും അറിയില്ല, കഷ്ടപ്പെട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. θ=0 നമ്മൾ ഡൈപോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവുക. മോർ സ്റ്റേബിൾ ആവുന്ന കേസ് അതാണ് മിനിമം പൊട്ടൻഷ്യൽ എനർജി ആവുക എന്നാണ് പറയുക. അതുപോലെ നേരെ തിരിച്ചിട്ട് θ=180 ആകുന്ന സമയത്ത് മിനിമം സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, മിനിമം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ അൺസ്റ്റേബിൾ വരുന്നത് 180 സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഓർ സ്റ്റെബിലിറ്റി കൂടുതലുണ്ടാകുന്നത് 0 ഇത്രയും കാര്യം പഠിച്ചോ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. ഇങ്ങനെ പറയും നമുക്ക് 1 വേർഡൊക്കെ ചിലപ്പോൾ വളരെ റയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം. നിങ്ങൾ അതിലൊന്നും ടെൻഷൻ അടിക്കാൻ നിൽക്കണം. നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നോക്കാം കേട്ടോ.
കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ഇപ്പോൾ ഏകദേശം ഒരു 5-6 മാർക്ക് വരാറുള്ള കുറേ ടോപ്പിക്സുകൾ ഡിലീറ്റ് ആണ്. ഷുവർലി വീഡ് സ്റ്റോൺ ബ്രിഡ്ജ് പഠിച്ചിട്ടുണ്ടാണ്. ഷുവർലി അത്രത്തോളം ഉറപ്പായിട്ടുള്ള കാര്യമാണ് വീഡ് സ്റ്റോൺ ബ്രിഡ്ജ്. അതിൻ്റെ കൂടെ തന്നെ കിർച്ചോഫിൻ്റെ 2 ലോ, ഞാൻ തൊട്ടുമ്പത് വീഡിയോസുകളായിട്ട് ഇത് പറയുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചെന്നുള്ളൂ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡ് സ്റ്റോൺ ബ്രിഡ്ജ്, കിർച്ചോഫിൻ്റെ 2 ലോയും പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പഠിക്കേണ്ടതാണ് ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിക്കുക. വി സിക്കോൽ IR സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ അത് പഠിക്കുക. വി സിക്കോൽ IRൻ്റെ കാര്യം ഓർമ്മിക്കുക. അവിടെ മൊബിലിറ്റിൻ്റെ ഡെറിവേഷനോ അല്ലെങ്കിൽ ഡെഫിനിഷനോ ഒന്നും പഠിക്കേണ്ട. പക്ഷേ മൊബിലിറ്റിൻ്റെ SI യൂണിറ്റ് നോക്കിയേക്കണം. ഞാൻ 1 വേർഡിൻ്റെ കേസും കൂടെ അവിടെ പറയുകയാണ്. മൊബിലിറ്റി SI യൂണിറ്റ് ചോദിക്കാനുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പഠിക്കേണ്ട റെസിസ്റ്റൻസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സ് ഒന്നുമില്ലടാ. ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ഇത് വേണം നോട്ട് ചെയ്യാൻ കഴിഞ്ഞു. ലെങ്ത്തിന് ഞാൻ എൻ്റെ വീഡിയോസുകളായിട്ട് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് കേട്ടോ. ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട്. പിന്നെ നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ട്. 3 പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ പഠിച്ചിരിക്കേണ്ട, അതിൽ സമയം ഉണ്ടെങ്കിൽ പഠിച്ചിരിക്കേണ്ട കാര്യം, സമയമായി എക്സാമിൻ്റെ സമയമായി നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല മാത്രം പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇലക്ട്രിക് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഡെറിവേഷൻ. ചാൻസിലൊരു ടോപ്പിക്കാണ് കേട്ടോ ആ ഭാഗം. കാരണം ആ ചാപ്റ്ററിൽ വീഡ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെയും പിന്നെ അതുപോലെ ഈ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് കറണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസിക്വൽ എന്നെ ഈ വീട് നീ എവിടെ എന്നൊക്കെ പറയുന്ന ആ ഒരു കേസിൽ ഈ ഒരു ഡെറിവേഷനെ മാത്രമേ ആ ചാപ്റ്ററിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡ്രിഫ്റ്റ് ആ ഒരു ഇപ്പം പറഞ്ഞ 4ാമത്തെ പോയിന്റ് പഠിച്ചിരിക്കണം എന്നാണ് ഞാൻ പറയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നും നിങ്ങൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം പഠിക്കുക. അല്ലെങ്കിൽ ഇക്വേഷൻ മാത്രമായി ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്യുന്ന ടോപ്പിക്ക് വീഡ് സ്റ്റോൺ ബ്രിഡ്ജും കിർച്ചോഫ് ലോസും ആണ് കേട്ടോ. ദെൻ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം നല്ല മാർക്ക് വരുന്ന ഒരു ചാപ്റ്ററാണ്. 7 മുതൽ 8 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. തൊട്ട് നമുക്ക് പറഞ്ഞതാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളിലൊക്കെ വീഡിയോ കാണാത്തത് നിർബന്ധമായിട്ട് കാണട്ടെ. കാരണം ക്വസ്റ്റ്യൻ വരുന്ന ഫോർമാറ്റ് ഇൻഡയറക്റ്റ് ഫോർമാറ്റാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. കാരണം നിങ്ങൾ പഠിച്ചാലും കിട്ടാത്ത സിറ്റുവേഷൻ വരും. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് തൊട്ട് മുമ്പ് 2 വീഡിയോ ഞാൻ ചെയ്തത്. അത് കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ. ബയോട്ട് സാവാർട്ട് ലോ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറണ്ട് ലൂപ്പ് അല്ലെങ്കിൽ കോയിൽ എന്ന് പറഞ്ഞ കേസ്. അത് ആക്സിസും ചോദിക്കാം, സെൻറ്ററും ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ വേണ്ട ഒരു മൂവിങ് ചാർജിൻ്റെ പ്ലേ ലിസ്റ്റ് കിടക്കുന്ന ഒന്ന് കണ്ടു നോക്കട്ടോ. അത് കഴിഞ്ഞാൽ ആംബിയർ സർക്യൂട്ട് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് വയറിൻ്റെ, മറ്റൊന്ന് സോളിനോയിഡിൻ്റെ. അത് കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം വരുന്നതാണ് MCG. ഇവിടെ ഞാൻ 3 നോക്കണം എന്ന് തന്നെ പറയും കേട്ടോ. MCG വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. MCG അതിൽ 2 കൺവേർഷൻസ് ഉണ്ട്. ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററും ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. അവിടെ പ്രോബ്ലമൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഏരിയയാണ്. നീറ്റ് എക്സാമിന് പ്രാവശ്യം അവിടെ നിന്ന് ഒരു പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതൊന്നുമല്ല, ബോർഡ് എക്സാമിനും അതേ പ്രോബ്ലം തന്നെയാണ് നീറ്റ് എക്സാമിന് ഇൻസ്റ്റേറ്റിലെ എക്സസൈസിലെ ക്വസ്റ്റ്യനാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് കുറച്ച് 1 വേർഡ് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ചാർജർ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചാർജർ പാർട്ടിക്കിളിൻ്റെ പാത്തിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പറ്റുമെങ്കിൽ മാത്രം ഓർമ്മിക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പഠിക്കാൻ സമയമില്ലെങ്കിൽ θ = 0 ഡിഗ്രി വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ്. θ = 90 ഡിഗ്രി വരുമ്പോൾ സർക്കുലർ ആണ്. ഇതല്ലാതെ 0 അല്ല 90 അല്ലാതെ ഇപ്പോൾ 30, 45, 60 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെലിക്കലാണ്. വേറൊന്നും പഠിക്കേണ്ട. ആദ്യത്തെ 3 ടോപ്പിക്ക് ബയോട്ട്, ആംബിയർ, MCG. മാഗ്നറ്റിസം ആയിട്ട് മാറ്ററാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ. ഏകദേശം ഒരു 4 മുതൽ 5 മാർക്ക് വരെ. അവിടെ കൂടുതൽ 5 കൂടുതൽ ചാൻസ് ഇല്ല. 4 to 5 ആണ്. 4 ആയിരിക്കും മിക്കവാറും വരിക. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണ്. ഡയാ പാരഫെർ. നിങ്ങൾക്ക് എക്സാമിന് തന്നെയാണ് വന്നത്. ഇതിനാൽ ലാസ്റ്റ് ഇയർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് കറക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, ഡയാ പാരഫെറിനെ കുറിച്ച് നിർബന്ധമായിട്ടും പഠിക്കുക. ഡയാമാറ്റിക് സബ്സ്റ്റൻസ് എന്താണെന്ന് പഠിക്കുക. അവരുടെ പ്രോപ്പർട്ടീസ് പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക. അതുപോലെ പാരാമാറ്റിക് എന്താണ് പാരാമാറ്റിക് സബ്സ്റ്റൻസ്, പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾസ്, അങ്ങനെ ഫെറോം പഠിക്കുക. ഓക്കെ, ദെൻ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഓർമ്മിക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ ഫുൾ എഴുതണം കേട്ടോ. ഗോസസ് ലോ എന്ന് മാത്രം എഴുതിയാൽ പോരാ. ഓക്കെ, ദെൻ പിന്നെയാണ് ടേംസ് റിലേറ്റഡ് ടു മാഗ്നറ്റിസം എന്നുള്ള ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, പെർമിയബിലിറ്റി, സസെപ്റ്റിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ്. അത് റെയർ ആണ്. അപ്പോൾ നല്ല മാർക്ക് വേണ്ടവർ ആ ടോപ്പിക്സ് കൂടെ നോക്കണം. നമുക്ക് 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ സെൽഫ് ഇൻഡക്ഷൻ്റെ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെൽഫ് ഇൻഡക്ഷൻ, അതുപോലെ സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷൻ മസ്റ്റാണ് മക്കളെ. മസ്റ്റാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ, എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ പഠിക്കണം. ഞാൻ അവിടെ ആഡ് ചെയ്യുന്നൊരു ടോപ്പിക് അതാണ്. എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ പഠിച്ചിരിക്കണം മക്കളെ. ട്രാൻസ്ഫോമറിൽ എനർജി ലോസിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് നോട്ട് ചെയ്ത് വെക്കാം. കോപ്പർ ലോസ്, ട്രാൻസ്ഫോമറിൽ എനർജി ലോസ് ഉണ്ടാവും. അതിന് കാരണക്കാരൻ ആരൊക്കെയാണ്? കോപ്പർ ലോസ്, ഹിസ്റ്റീരിസിസ് ലോസ് കേട്ടോ. HYSTERISIS. ഞാൻ നോർമൽ ക്ലാസ്സിൽ പറയുന്ന പോലെ സ്പെല്ലിംഗ് ഒക്കെ പറയുകയാണ്. ഹിസ്റ്റീരിസിസ് ലോസ്. മറ്റൊരു കാര്യമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്? പിന്നെ വേണമെങ്കിൽ എഡ്ഡി കറണ്ട് കേട്ടോ. EDDY കറണ്ട്. പണ്ടൊക്കെ ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കാണ് എഡ്ഡി കറണ്ട്. ഇപ്പോൾ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ 4 ടോപ്പിക്സുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഫാരഡേസ് ലോയും ലെൻസസ് ലോയും മസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടോപ്പിക്കല്ലോ. ഫാരഡേസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇക്വേഷൻ ഈക്വൽ dφ/dt. അവിടെ ഒരു മൈനസ് ഇട്ട ലെൻസസ് ലോ. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ തരുന്ന ലോ ഏത് എന്നുള്ള 1 വേർഡ് സെഷനിൽ എപ്പോഴും കാണുന്ന ഒരുത്തനാണ് ലെൻസസ് ലോ. ഓക്കെ, ദെൻ
എ സി ജനറേറ്ററും മോഷൻ ഇ എം എഫ് ഒക്കെ റയർ ടോപ്പിക്കിൽ പെടുന്നതാണ്. പക്ഷേ ഞാൻ ഒരു ടോപ്പിക് കൂടി ആഡ് ചെയ്യാണ് മക്കളെ. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഒന്ന് നോക്കിയേക്കണേ. ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. സമയമുണ്ട് മാത്രം നോക്കുക, അല്ലെങ്കിൽ ഫൈനൽ ആൻസർ ഹാഫ് LI² പഠിച്ചിരിക്കുക. നെക്സ്റ്റ് നമ്മൾ 7ാമത്തെ ചാപ്റ്റർ എ സി ആണ്. ഏകദേശം 7 മാർക്ക് തന്നെയാണ് 7ാമത്തെ ചാപ്റ്റർ എന്ന് ചോദിക്കാറുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് LCR സർക്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇംപിഡൻസ്, അവൻ്റെ ഫേസർ ഡയഗ്രാം, റെസൊണൻസ് മസ്റ്റ് സ്റ്റഡി. ഞാൻ ടൈപ്പ് ചെയ്ത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പവർ ഫാക്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ AC വോൾട്ടേജ് അപ്ലൈഡ് ടു റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്ക് അതിൽ ഏതാണ് റെസിസ്റ്ററാണ് സാർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് പറയാൻ പറ്റൂലോ. അതേ പേര് ശരിക്കും നിങ്ങൾ ചീറ്റിങ്, അത് ശരിക്കും ഒരു ടീച്ചർ അത് പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് വന്നത് നിങ്ങളുടെ എക്സാമിനും അതിനല്ലേ വന്നത്, മാർച്ചിൽ ചോദിച്ചപ്പോൾ LCR തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വാട്ട്ലെസ് കറണ്ട് ഒക്കെ റയർ ടോപ്പിക്സ് ആണ്. ദെൻ ഈ വീഡിയോയിൽ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടിലെ അവസാനത്തെ ചാപ്റ്ററാണ്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏകദേശം 2 മുതൽ 3 മാർക്ക് ചോദിക്കുള്ളൂ. മിക്കവാറും ആപ്ലിക്കേഷൻസ് ഓഫ് EMW ഒരു 99% ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ആപ്ലിക്കേഷൻസ്, റേഡിയോ വേവ്സിൻ്റെ ആപ്ലിക്കേഷൻസ്, മൈക്രോവേവ്സ് നമ്മൾ പറയാറില്ലേ, സെല്ലുലാർ ഫോൺസ്, എന്നിട്ട് റേഡിയോ വേവ്സ് ആണ് നമ്മൾ പറയാം. ഓക്കെ, ഓവൻ മൈക്രോവേവ്സ് ആണ്. അങ്ങനെ ഓരോ ആൾക്കും കുറേ യൂസസ് ഉണ്ട് മക്കളെ. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഏത് വേവാണ് ഇതിൻ്റെ യൂസസിൽ വരുന്നതെന്ന് ചോദിക്കാം. അതിൽ റെയറാണ് പ്രൊഡക്ഷൻ, അതിൽ പ്രോപ്പർട്ടീസ്. പ്രൊഡക്ഷൻ റെയറാണ്, പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻറ്റ് പഠിക്കണമെന്നാണ് ഞാൻ പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ്, കുറച്ച് പ്രോപ്പർട്ടീസ് അറിയാം. ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചറാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതുപോലെ തന്നെ ഒരു ഫ്രീ സ്പേസിൽ കൂടി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് സ്പീഡിൻ്റെ ഇക്വേഷൻ 1 ചെയ്യണേ 1/√of μ0ε0 μ0ε0. ഓക്കെ, അത് മീഡിയത്തിലാണെങ്കിൽ 1/√μ മറ്റേ 0 ഉണ്ടാവും, μ0ε0. ഇവിടെ 0 ഒഴിവാക്കി കഴിഞ്ഞാൽ മീഡിയം കിട്ടി. 0 ഇട്ട് കഴിഞ്ഞാൽ അത് എയർ ഓർ ഫ്രീ സ്പേസ് ആവും കേട്ടോ. അങ്ങനത്തെ പ്രോപ്പർട്ടി, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഇവർ ഒബേ ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് ഒരു 3-4 പ്രോപ്പർട്ടി, പിന്നെ 4 പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. അതിനൊന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് എഴുതി വെക്കുക. ഓക്കെ, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഒരു മാർക്കിനൊക്കെ വരാറുള്ള ടോപ്പിക്കാണ് മക്കൾ. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് നോക്കണം എന്ന് ഞാൻ പറയും. മാക്സ്വെൽസ് ഇക്വേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഓക്കെ ഇത്രയും ടോപ്പിക്സുകൾ നിർബന്ധമായിട്ട് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. പക്ഷേ സമയമില്ലാത്തവരാണ്, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 ടോപ്പിക്സുകൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേറെ ഈ ടോപ്പിക്സുകളിൽ എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ ഷുവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും, ഞാൻ വീഡിയോയിലായിട്ട് പറയാം. പിന്നെ ഞാൻ ഉദ്ദേശിച്ച് ഈ വീഡിയോയിൽ പറയാൻ വിചാരിച്ചൊരു കാര്യം, ഒരു ബ്രദർ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റെക്ടിഫയറിൻ്റെ ഫുൾ വേ റെക്ടിഫയർ ആവട്ടെ ഹാഫ് വേ റെക്ടിഫയർ ആവട്ടെ മക്കളെ. അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് പ്രിൻസിപ്പൾ മസ്റ്റ് പഠിക്കണമെന്ന് പറയുന്നുണ്ട്, വർക്കിംഗ് പ്രിൻസിപ്പൾ. ഓക്കെ, അതുകൊണ്ടായിരിക്കും ആ കമൻറ്റ് ബോക്സിൽ അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഷുവർ ഞാൻ വീഡിയോയിൽ പറയാൻ വിചാരിച്ചിട്ടാണ്, എനിക്ക് ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാണ്, വീഡിയോ ചെയ്യാൻ വിചാരിച്ചാണല്ലോ. ഒന്നുമില്ലടാ. അപ്പോൾ യൂണി ഡയറക്ഷൻ പ്രോപ്പർട്ടി ഇതൊന്ന് ഓർമ്മിച്ചാൽ മതി. ഫുൾ വേ റെക്ടിഫയർ ആവട്ടെ ഹാഫ് വേ റെക്ടിഫയർ ആവട്ടെ, രണ്ടാൾക്കും സെയിം വർക്കിംഗ് പ്രിൻസിപ്പളാണ്. യൂണി ഡയറക്ഷൻ പ്രോപ്പർട്ടി ഇതാണ് ഏറ്റവും ബേസ് ആയിട്ട് അറിയേണ്ടത്. ഇത് കുറച്ചും കൂടി ഇലാബറേറ്റ് പറയുകയാണെങ്കിൽ ഒന്നുമില്ലടാ. ഒരു ഡയോഡ് നമ്മൾ PN ജംഗ്ഷൻ ഡയോഡാണ് കേട്ടോ. PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ആപ്ലിക്കേഷനാണ്. ഡയോഡിനേക്കാളും നല്ലത് PN ജംഗ്ഷൻ ഡയോഡ് തന്നെ ഫുള്ള് പഠിക്കുക, നമ്മൾ സെക്കൻഡ് ചാൻസ് ആണ്. PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ആപ്ലിക്കേഷനാണ് റെക്ടിഫിക്കേഷൻ. അതിൽ 2 ഉണ്ട്, ഹാഫ് വേവും ഫുൾ വേവും. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡ് വർക്ക്സ് ഓൺലി അണ്ടർ ഫോർവേഡ് ബയാസ്. ഇത് നോട്ട് ചെയ്ത് വെക്ക്. PN ജംഗ്ഷൻ ഡയോഡ് വർക്ക്സ് ഓൺലി അണ്ടർ ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസിൽ മാത്രമേ വർക്ക് ചെയ്യൂ. മറ്റൊരു ബയാസാണ് റിവേഴ്സ് ബയാസ്, അതിൽ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഫോർവേഡിൽ ഒന്നിൽ മാത്രമേ വർക്ക്. അതാണ് യൂണി ഡയറക്ഷൻ. യൂണി എന്ന് പറഞ്ഞാൽ ഒന്നാണെന്ന് ഉദ്ദേശിച്ചത്. യൂണി ഡയറക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സംഭവമാണ് ഞാനിപ്പോൾ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് തന്നത്. എന്താ PN ജംഗ്ഷൻ ഡയോഡ് വർക്ക്സ് ഓൺലി അണ്ടർ ഫോർവേഡ് ബയാസ്. ഇതാണ് കേട്ടോ അതിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പിന്നെ നേരത്തെ അത് പറഞ്ഞത് റെക്ടിഫയറിൻ്റെ ഭാഗത്ത് ആ സർക്യൂട്ട് പഠിക്കണം, ഗ്രാഫ് പഠിക്കണം, ഇൻപുട്ടും ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ മക്കളെ, അതുപോലെ നിങ്ങൾക്ക് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് തരാം. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രീ ടൈമിനനുസരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണെന്ന് മനസ്സിലായതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. എന്ത് ഡൗട്ടാണെങ്കിലും ഷുവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ച മക്കളെ. ഞാൻ ടൈപ്പ് ചെയ്ത് പറയാൻ പറ്റുന്ന ഞാൻ അതിൽ പറയാം, അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ വോയിസ് പറഞ്ഞിട്ടാണെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു തരാം കേട്ടോ. സോ നല്ലോണം പഠിക്കട്ടോ, ഡോണ്ട് വെറി, കൂളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതിലൂടെ. ഓക്കെ, സോ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.